നമ്മളോട് ഭയങ്കര റിലേറ്റബിൾ കൂടെയാണ്. എങ്ങനെയാ ശരിക്കും ഈ ഫസ്റ്റ് ഡേ ഷൂട്ടൊക്കെ പോയിട്ടും ഇപ്പോൾ ഔട്ട് കാണുമ്പോഴത്തേക്ക് എന്താ ഫീൽ ചെയ്യണത്? ഞാൻ ഇന്നാണ് ആക്ച്വലി സിനിമ കാണുന്നത്. എനിക്ക് കാണാൻ പറ്റിയിരുന്നില്ല. ഞാൻ ഒരാഴ്ചയായിട്ട് പനി പിടിച്ച് കിടപ്പായിരുന്നു. ഞാനും ആദ്യമായിട്ടാണ് ഇവിടെയാണ് സിനിമ കാണുന്നത്. എനിക്കും അത് ഒരുപാട് ഇമോഷണലി കണക്ട് ആയിട്ടുണ്ട് സിനിമ. ഞാൻ സാറ് പറഞ്ഞതുപോലെ സാറിൻ്റെ ലൈഫ് ഫുള്ള് സാറ് നമ്മളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാറുണ്ട്, സാർ ഇങ്ങനെയാണ് സാർ മാരി സെൽവരാജ് ആയത് എന്നുള്ളൊരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇത് കാണുമ്പോൾ മൂപ്പരുടെ സിസ്റ്ററിനെ, മൂപ്പരുടെ ഫാമിലി, ഈ കാണുന്ന ഊരിലുള്ള ആൾക്കാർ 19 പേരും മരിച്ചത് ഇവരുടെ റിലേറ്റീവ്സാണ് എല്ലാവരും മരിച്ചിരിക്കുന്നത്. സോ അങ്ങനെ ഒരാൾ ആ സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഉണ്ടാവാം, ഒരുപാട് ഇമോഷണൽ ട്രോമാസ് ഉണ്ടാവാം. ഇതെങ്ങനെ ഷൂട്ട് ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ബുദ്ധിമുട്ടായിരിക്കുമല്ലോ ഒരാൾക്കത് പിന്നെയും അതിൽ കൂടെ തന്നെ ഗോ ത്രൂ ചെയ്യാമെന്ന് പറയുന്നത്. സോ എനിക്കത് നമ്മളതിനെ പാർട്ടായിട്ട് നിൽക്കുക, അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് സിനിമ അദ്ദേഹം ആഗ്രഹിക്കുന്ന, അദ്ദേഹത്തിന് ഈ സിനിമയിൽ വന്നപ്പോൾ ഈ സിനിമ ചെയ്യണമെന്നായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമായിട്ട് നമ്മൾ നിൽക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം. എനിക്ക് തമിഴ് അറിയാവുന്നത് കൊണ്ട് അങ്ങനെ ഒരു ബാരിയർ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മീൻസ് ലാംഗ്വേജിൽ ഡബിങ്ങിലൊക്കെ അവരിരുന്നിട്ട് എല്ലാ സ്ലാങ്ങും ഒക്കെ അവർ തന്നെയാണ് കറക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലാംഗ്വേജ് അറിയാവുന്നത് കൊണ്ട് സ്ലാങ് കുറച്ചുകൂടി ഈസിലി പഠിക്കാൻ പറ്റി. അത്രേ ഉള്ളൂ. ടീച്ചർ ரொம்ப அழகா இருக்காங்க. അപ്പൊ ഈ കുട്ടികൾ ഭയങ്കര അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടികളായിട്ട് എങ്ങനെയാണ് ഈ കണക്ഷൻ വന്നത്? എങ്ങനെയാണ് ഒരുമിച്ച് ചെയ്യുന്ന സമയത്തല്ലാതെ സംസാരിക്കുക, എങ്ങനെയാണ് കണക്ഷൻ? ആ രണ്ട് ബോയ്സ് മാത്രമല്ല, ആ സ്കൂളിലുള്ള എല്ലാ പിള്ളേരും ഭയങ്കര എന്താ പറയുക കുസൃതി പിള്ളേരാണ് എല്ലാവരും. ഇവരാണെങ്കിലും ശരി എല്ലാവരും. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഞങ്ങൾ കുറച്ച് പേരല്ലാതെ ബാക്കിയുള്ളവരെല്ലാം അതിൻ്റെ ജൂനിയർ ആർട്ടിസ്റ്റുകൾ അടക്കം നാട്ടിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഇപ്പം നമ്മൾ ഡയലോഗ് തെറ്റിപ്പോയാലും ഇവന്മാർ നമ്മളെ കളിയാക്കും, ഇവന്മാർ നമ്മളെ പുച്ഛിക്കും. എന്നെ ഒരാൾ പുച്ഛിക്കാന്നൊക്കെ പറഞ്ഞ് ആലോചിക്കും. അപ്പം അങ്ങനെ ഉണ്ട്. അപ്പം നല്ല കുട്ടികളാണ്. നമ്മൾ അഭിനയിക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇവരിത്രയും നന്നായിട്ട് അഭിനയിക്കുമോ, ഇവർക്ക് അവർ അഭിനയിക്കുകയാണെന്ന് അവർക്ക് അറിയില്ല. അവരുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യാണ്. നമ്മൾ എല്ലാം ഫീഡ് ചെയ്ത് കൊടുത്തിട്ടാണ് അവരുടെ അടുത്ത് നമ്മൾ വാങ്ങിക്കുന്നത്. പക്ഷെ അവർക്ക് അറിയില്ലല്ലോ അവരിങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നത് എന്നുള്ളത്. എനിക്കും ഈ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ ഏറ്റവും ആഗ്രഹം അവർ ഈ സിനിമ കാണുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ അവരെ ഒരു ആക്ടേഴ്സായിട്ട് വന്ന് നിൽക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് മീഡിയ ഉണ്ടാവും, ഒരുപാട് ആൾക്കാർ അതെങ്ങനെയാണ് അവർ റിസീവ് ചെയ്യുക എന്നുള്ളത് അറിയാൻ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനത് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. എനിക്ക് അവർ ഞങ്ങൾ പോയിരിക്കുന്ന എല്ലാ പ്രോഗ്രാംസിനും എനിക്ക് അവരെങ്ങനെ കാണും, ഞാൻ എവിടെ ഇരുന്നാലും ഇവരെ നോക്കും. കാരണം ഇവരതെങ്ങനെയാണ് എൻജോയ് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു. ഇതിനകത്ത് ഒരുപാട് ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ട്. എങ്ങനെ എളുപ്പമായിരുന്നു അതോ? എളുപ്പമല്ലായിരുന്നു, അതെന്നറിയുമ്പോഴല്ല എളുപ്പമായിരുന്നില്ല. സാറും പിന്നെ നമുക്കൊരു ഡാൻസ് പഠിപ്പിക്കാൻ വേണ്ടി 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അവരും കൂടെയാണ് ചെയ്തത്. ഒട്ടും എളുപ്പമല്ലായിരുന്നു. കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനല്ലേ എളുപ്പമല്ലായിരുന്നു. ഈ ഇവിടെ അല്ല, ഈ സാറ് ഇപ്പൊ തന്നെ പറഞ്ഞല്ലോ ഈ ആക്ടേഴ്സിനെ പെർഫോം ചെയ്യിക്കുന്ന വിധം, അവരുടെ പെർഫോമൻസ് എടുക്കുന്നത്. അപ്പൊ സാറിന് ഇത് ഓക്കെ ഷോട്ടൊക്കെ കിട്ടാൻ വേണ്ടി നല്ല പടം ഒരു 17-18 ടേക്കൊക്കെ പോയാലേ ഒരു ഓക്കെ ഷോട്ട് കിട്ടുള്ളൂ. അതിൽ ഏതാണ് ഓക്കെ ആണെന്ന് നമുക്കറിയില്ല. പക്ഷെ എങ്ങനെയാണെങ്കിലും നല്ല പടം. ഒന്നാമത് സാറ് കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ സിനിമയിലുള്ള എല്ലാവരും. സാറിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടേഴ്സാണ്. അപ്പം അവരെങ്ങനെ ഇരിക്കണം എന്നുള്ളത് സാറിന് അറിയാം. അപ്പം നമുക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. അപ്പം അദ്ദേഹത്തിന് എന്താണോ വേണ്ടത് അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ അത് ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. സോ റിക്വസ്റ്റിംഗ് മീഡിയ ഫ്രണ്ട്സ് ടു കൈൻഡ്ലി വൈൻഡ് അപ്പ് വെരി ക്വിക്ക്ലി. ലാസ്റ്റ് 2 ക്വസ്റ്റ്യൻസ്, അവസാനത്തെ 2 ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ ചേട്ടാ, ഞാനത് മാതൃഭൂമിക്ക് കൊടുത്ത ഇൻ്റർവ്യൂ അല്ല. എൻ്റെ അടുത്ത സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോയപ്പോൾ അവരെടുത്ത ഇൻ്റർവ്യൂവിൽ നിന്ന് അവർ കട്ട് ചെയ്തിട്ടതാണ്. അത് മാതൃഭൂമിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതില്ലേ മാതൃഭൂമിയിൽ ചേട്ടൻ വായിച്ചായിരുന്നോ? അതാണ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ജസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ. ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ. സാർ സാറിന്റെ എല്ലാ പടങ്ങളിലും പൊളിറ്റിക്സ് എല്ലാം സിനിമയിൽ ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ട്.
സാറിന്റെ ഭയങ്കര ഫാനാണ്. സാറിന്റെ പൊളിറ്റിക്സ് സാറ് സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ സാറിന്റെ വ്യക്തി ജീവിതത്തിൽ അധികാരികൾ സാറിന്റെ സിനിമയിൽ ഇടപെട്ടിട്ടുണ്ടോ? സെൻസറിങ് സിനിമയിൽ ബാധിക്കാറുണ്ടോ എന്തെങ്കിലും? ഇത്തരം റോ ആയിട്ട് സിനിമ എടുക്കുമ്പോൾ തന്നെ சென்சார் எல்லா படமுமே അത് വിശ്വസിക്കുന്നുണ്ടോ? സെൻസർഷിപ്പ് സിനിമയിൽ വേണം. கர்ணன் வந்து ஒரு நான் ஷூட் பண்ணதை விட ஒரு 75 தான் வெளியே வந்துச்சு. 30% கர்ணனில் வந்து த ஐடியாலஜி மை கேரக்டர்ஸ் சில ஷார்ட்ஸ் எல்லாம் போய் தான் வந்துச்சு. மாமன்னன் அதே மாதிரி தான். பட் வாழையில் அப்படி நடக்கலை. வாழை மட்டும்தான் ஈஸியாக வெளியே வந்த ஒரு படம். சென்சார் ஆஃபீஸில் வந்து வெளியே வந்த படம். பட் பெரிய பெருமாள், கர்ணன், மாமன்னன் மூணுமே நிறைய சிக்கல், நிறைய காம்ப்ளிகேட்டடாக ஷார்ட்ஸ்லாம் மிஸ் பண்ணிட்டு தான் வெளியே கொண்டு வந்தேன். മാരി സാർ, സാറിന്റെ എല്ലാ പടങ്ങളിലും ഒരു ബേസിക് കളർ ടോൺ ഫോളോ ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ മാമൻ എടുത്താലും ശരി, പരിയേരം പെരുമാൾ എടുത്താലും ശരി, എല്ലാത്തിനും ഒരു ബേസിക് ഇതിൽ പോലും ഒരു കളർ പാറ്റേൺ ഫോളോ ചെയ്തിട്ട് ഒരേപോലത്തെ ഫീൽ ചെയ്യുന്നു. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണോ, ഒക്കേഷണലി ചെയ്യുന്നതാണോ, അത് ആക്സിഡന്റലി സംഭവിക്കുന്നതാണോ? பிளாக் அண்ட் ஒயிட் கேட்குறது கலர் பேலட் கேட்குறீங்க? பிளாக் அண்ட் ஒயிட் அண்ட் கலர் பேலட் போத். பிளாக் அண்ட் ஒயிட் என்கிட்ட இருக்க என்கிட்ட எது நான் நிஜம் நம்புகனோ அதை பிளாக் அண்ட் ஒயிட்டில் யூஸ் பண்ண அதிகமாக விருப்பப்படுவேன். ஏன்னா அது எல்லாமே நாஸ்டாலஜிக்கலாக இருக்கனால அதை வந்து பிளாக் அண்ட் ஒயிட் அதிகமாக இருக்கும். ஏன்னா பிளாக் அண்ட் ஒயிட்டில் எனக்கு ஒரு கனெக்ட் உண்டு, ஒரு பெயின் கிராஸ் பண்ண முடியும். மற்ற கலர் பேலட் வந்து நான் பெருசாக அந்த கலர் பேலட் யோசிக்கிறது இல்லை. பட் லைவாக இருக்கணும், அது வந்து ட்ரூலியாக இருக்கணும், சினிமாட்டிக் எக்ஸ்பீரியன்ஸை தாண்டி ஒரு லைவ் எக்ஸ்பீரியன்ஸ் கிரியேட் ஆகணும் அப்படின்னு பிளான் பண்ணி பண்ணுறது என்னோட கலர் பேலட் எல்லாமே. சார், அந்த ஆர்டர் பற்றி சொன்னாங்களா? இந்த ஃபர்ஸ்ட் வந்து வாழை, அதுக்கப்புறம் கர்ணன், பரியரும் பெருமாள், மாமன்னன். ஸோ பைசன் வந்து எந்த ஆர்டர்ல வருது? பைசன் நீங்கள் பாருங்கள், அது நீங்கள் செட் பண்ணுங்கள். இங்கே வைக்கலாமா, வாழைக்கு பின்னாடியா இல்லை கர்ணனுக்கு முன்னாடியா அப்படிங்கிறத யூ டிசைட். எந்த ஆடியன்ஸ்ல விட்டு அப்டேட் 70% கம்ப்ளீட்.